പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ESR കൂടുതലാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ESR? അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ ഇങ്ങനെ ക്ലംപ് ചെയ്യുന്നതിൻ്റെ ഒരു റേറ്റ് ഉണ്ട്, അതാണ് ESR. അപ്പോൾ ഈ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണ് കുറച്ചും കൂടി ESR കൂടുതൽ, അതായത് ഏകദേശം ഒരു 20 മുതൽ 30 വരെയൊക്കെ കാണാം സാധാരണഗതിയിൽ. ഇനി പുരുഷന്മാർക്കാണെങ്കിൽ ഏകദേശം ഒരു 15 മുതൽ 20 വരെയൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾക്ക് ഇങ്ങനെ പ്രായമാവുന്ന സമയത്താണെങ്കിൽ ESRന്റെ അളവ് ചെറുതായിട്ടൊന്ന് കൂടാം, ഇതൊക്കെ നോർമലാണ്. പിന്നെ സ്ത്രീകളിലാണെങ്കിലും മെൻസസിന്റെ സമയത്ത്, പ്രഗ്നൻസി സമയത്തൊക്കെ ചെറുതായിട്ട് കൂടാം. പക്ഷെങ്കിൽ അസുഖങ്ങളിൽ വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അതായത് ട്യൂബർക്കുലോസിസ് പോലത്തെ, TB പോലത്തെ അങ്ങനത്തെ ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിലൊക്കെ ആണെങ്കിൽ, അതുപോലത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലാണെങ്കിലും ESR കൂടി കാണാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലേക്ക് നമ്മുടെ RA, അതായത് ആമവാദം, SLE ഇങ്ങനത്തെ അസുഖങ്ങളിലൊക്കെ ESR അംഗം വല്ലാതെ കൂടി കാണും. പിന്നെ ഈ ശരീരത്തിൽ നമ്മൾക്ക് ഈ വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടെങ്കിലും ചില ടൈപ്പ് ഓഫ് അനീമിയയിൽ നമുക്ക് ESR കൂടി കാണാം. പിന്നെ ആണെങ്കിൽ നമ്മൾക്ക് ക്രോണിക് ആയിട്ടുള്ള കിഡ്നീൻ്റെ അസുഖങ്ങൾ, അതുപോലെ തന്നെ ചില ടൈപ്പ് ഓഫ് ക്യാൻസർ, ഇതിലൊക്കെ നമുക്ക് ESR കൂടിയിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ ESR എന്ന് പറയുന്നതല്ല ഒരു അസുഖം. ESR എന്ന് പറയുന്നത് ഇങ്ങനത്തെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് ചില പ്രോട്ടീൻസ് ഉണ്ടാക്കും. ആ പ്രോട്ടീൻസ് കാരണം ESRൽ കുറച്ച് കൂടുതൽ കാണിക്കുന്നതാണ്. അപ്പോൾ ESR വെച്ച് മാത്രം നമുക്ക് അസുഖം അങ്ങനെ അസസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെയുള്ള ബാക്കി കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് ESRന് നമ്മൾ പറയാം. എന്നാലും ESRന്റെ അളവ് ഒരു 100-നേക്കാളും കൂടുതലൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വൈകിപ്പിക്കാതെ തന്നെ ഡോക്ടേഴ്സിനെ കാണുകയും എന്താണ് അസുഖം എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതും നല്ലതാണ്.